മിസ്റ്റർ എക്സ് മരണപ്പെട്ടപ്പോൾ തന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയിലധികം ബാലൻസ് ഉണ്ടായിരുന്നു. ഇളയ മകനെ അദ്ദേഹം അക്കൗണ്ടിന്റെ നോമിനിയായി വെച്ചിരുന്നു. ഇളയ മകൻ തുക പിൻവലിക്കുകയും അതേ ബാങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ എക്സിന്റെ മറ്റ് നിയമപരമായ അവകാശികൾ ബാങ്കിനെ സമീപിക്കുകയും ഇളയ മകൻ ആ തുക പങ്കിടുന്നില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. നോമിനിയായി വെച്ചിരുന്ന ആ മകന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കണം എന്നും അഭ്യർത്ഥിച്ചു. ബാങ്കിന് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ അക്കൗണ്ട് മരവിപ്പിക്കാനാവുമോ? മിസ്റ്റർ എക്സിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഈ തുകയ്ക്ക് നോമിനിയായ മകൻ മാത്രമാണോ യഥാർത്ഥ അവകാശി? 1873 ഗവൺമെന്റ് ബാങ്ക് സേവിംഗ് ആക്ടിലെ സെക്ഷൻ 4A സബ് ക്ലോസ് 1 പ്രകാരം ഒരു നിക്ഷേപകൻ മരണപ്പെട്ടാൽ നോമിനിക്ക് നിക്ഷേപ തുക നൽകേണ്ടതാണ്. 1946 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 45ZA പ്രകാരവും മരണപ്പെട്ടയാളുടെ നോമിനിക്ക് നിക്ഷേപ തുക തിരികെ നൽകേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നോമിനിക്ക് തുക പിൻവലിക്കാൻ അപേക്ഷ നൽകാവുന്നതും ബാങ്കിന് നിക്ഷേപ തുക നോമിനിക്ക് നൽകാവുന്നതുമാണ്. മാത്രമല്ല, ഒരു ജുഡീഷ്യൽ ഉത്തരവോ നോട്ടീസോ ലഭിക്കാതെ ബാങ്കിന് അക്കൗണ്ട് മരവിപ്പിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ മരണപ്പെട്ട നിക്ഷേപകരുടെ ക്ലെയിം എളുപ്പത്തിൽ തീർപ്പാക്കാൻ മാത്രമാണ് നോമിനേഷൻ സഹായിക്കുന്നത്. അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഈ തുകയ്ക്ക് അർഹരായ യഥാർത്ഥ നിയമപരമായ അവകാശികളുടെ ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആയി മാത്രമേ ഇവിടെ നോമിനി വർത്തിക്കുന്നുള്ളൂ.